ഗായ്സ്, ഇന്ന് ഞാൻ ആദ്യമായിട്ട് പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യണം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാർട്ടി പേപ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇച്ചിരി വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഡസ്റ്റ്ബിന്നും ചോലും തൂത്തുവാരമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇതാണത്. അത് ഡസ്റ്റ്ബിനായിരുന്നു, ഇത് ചോലും തൂത്തുവാരയാണ്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ഫെവിക്കോൾ, പിന്നെ ഇച്ചിരി പേപ്പേഴ്സും വേണം ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു അടപ്പ് വേണം, പിന്നെ ഒരു 2 റബ്ബർ ബാൻഡും, എന്നിട്ട് ഇതിനകത്ത് ഒട്ടിക്കണം. അപ്പം നമുക്കൊരു ടേപ്പിൽ ഇച്ചിരി പീസ് എടുത്ത് വെച്ചേക്കാം. അപ്പം ഞാൻ ഇത്രയും വലിയ പേപ്പറാണ് എടുത്തത്, കാരണം ടേപ്പാണ് എടുത്തത്. കാരണം ഈ ഒരു അടപ്പ് ഫുള്ള് നമുക്ക് മറ്റേ റബ്ബർ ബാൻഡ് ഒട്ടിച്ചിട്ട് കവർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ റബ്ബർ ബാൻഡ് വെക്കേണ്ടതെന്നും കാണിച്ചു തരാം. ആദ്യം നമുക്കിത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിങ്ങനെ എങ്ങനെയും ഒന്ന് വെച്ചാൽ മതി. മേളിലും താഴെയായിട്ട് വരണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ആദ്യം ഇങ്ങനെ വെച്ചെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന് ചുറ്റും ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ ഇതുണ്ടോ, ഒരെണ്ണം മേളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇങ്ങനെ, ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇരിച്ചിട്ട് താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു പേപ്പർ വേണം. അപ്പം നമുക്ക് പേപ്പറിൽ വെക്കണം, ഇത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേളിലത്തെ റബ്ബർ ബാൻഡിൽ അത് നമുക്ക് പേപ്പറിൽ ഒട്ടിക്കണം, ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഞാൻ മേളിലത്തെ ഭാഗം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നമുക്കൊരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് ഒട്ടിക്കണം. പേപ്പറിൻ്റെ സ്ട്രിപ്പ് താഴത്തെ റബ്ബർ ബാൻഡിൽ വെച്ചിട്ട് ഇതൊന്ന് മടക്കണം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന പേപ്പർ സ്ട്രിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൻ്റെ എടുക്കാം, പക്ഷെ കൂടുതൽ വലുതാവരുത്. അപ്പം ഇതിൻ്റെ താഴത്തെ റബ്ബർ ബാൻഡിലോട്ട് കയറ്റിയിട്ട് ഞാൻ അടുത്തത് കാണിച്ചു തരാം. മുകളിൽ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് അത് ഒട്ടണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വലിക്കുമ്പോൾ ഊരി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണേലും ഞാൻ വീഡിയോ എടുക്കാം. പക്ഷെ 3 ലാംഗ്വേജ് എനിക്ക് അറിയുള്ളൂ: മലയാളം, ഹിന്ദിയും ഇംഗ്ലീഷും. അപ്പം നിങ്ങൾക്ക് അടുത്തത് ഏത് ലാംഗ്വേജിലാണ് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ആ ലാംഗ്വേജിലിടും. ഏത് ലാംഗ്വേജാണ് കൂടുതൽ പേരിട്ടേക്കുന്നത് ആ ലാംഗ്വേജിൽ ഞാൻ അടുത്ത വീഡിയോ ഇടാം. പുതിയതായിട്ട് ഞാൻ ഇട്ടത് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ പേരൊന്നും കമൻറ്റ് ചെയ്യില്ലായിരിക്കും. കൂടുതൽ പേര് കമൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ മലയാളത്തിൽ തന്നെ അടുത്ത വീഡിയോയും ഇടും. പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടാനാണ് നോക്കുന്നത്. ഞാൻ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് കാണിക്കാൻ ഇച്ചിരി പാടാണ്. എന്തായാലും ഞാൻ കാണിക്കാം. നമുക്ക് താഴെ ഇത് ഇങ്ങനെ ഇട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോള് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ദൂരെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ച് നോക്കാം, വേണമെങ്കിൽ ഒരു ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കാം, ഒരു പീസും കൂടെ, ഒരു ചെറിയ പീസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ എത്ര വലിച്ചാലും ഇതിനൊരു പ്രശ്നവും വരത്തില്ല. പക്ഷേ ഇത് ഇച്ചിരി വലിയുന്നത് പോലെയുണ്ട്, അത് കുഴപ്പമില്ല, അതിനൊന്നും പറ്റില്ല. കൂടുതൽ ശക്തിക്ക് വലിക്കാതിരുന്നാൽ മതി. അപ്പം നോക്ക്, ഇതിങ്ങനെ ഇരുന്നല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര വലിച്ചാലും കുഴപ്പമില്ലായിരിക്കും. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്യാൻ ഇങ്ങനെയാണ്, എന്നിട്ട് അവസാനം ടേപ്പ് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ റോൾ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. റോൾ ചെയ്തിട്ട് ഗ്ലൂ ഒട്ടിക്കണം. ഓക്കെ, അപ്പം ഞാനത് ഗ്ലൂ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. താഴെ നിന്ന് വലിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ളതൊക്കെ ഇറങ്ങി വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പാർട്ടി പേപ്പർ എഴുതിയൊരു പേപ്പർ വേണം, അത് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം കൂടെ, ഇത് നിങ്ങൾക്ക് കളർ പേപ്പർ വെച്ച് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പാർട്ടി പേപ്പറിന് എഴുതാൻ പോകുന്നത് കളർ
പെൻസിൽ വെച്ചാണ്. അപ്പം നിങ്ങൾക്ക് സ്കെച്ച് പെന്നാണേലും യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ പാർട്ടി പേപ്പർ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ പാർട്ടി പേപ്പർ എഴുതി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കളറും കൊണ്ട് ഇച്ചിരി വരയൊക്കെ വരച്ച് ഇച്ചിരി കൂടി നന്നായിട്ട് കാണാൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പാർട്ടി പേപ്പറിലോട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പാർട്ടി പേപ്പറിന് എഴുതിയ പേപ്പർ ഈ പാർട്ടി പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കളർ പേപ്പർ വേണം. അപ്പോൾ ഞാൻ ഈ സൈസിൽ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാർട്ടി പേപ്പറിൽ മുകളിലും താഴെയുമായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ച പേപ്പറൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ ഇട്ടിട്ടില്ല, ഇച്ചിരിയൊക്കെ ഇട്ട് പിന്നെ ഇത് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി പേപ്പർ റെഡിയാണ്. വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, നോക്കാം. പ്രാവശ്യം കൂടെ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എല്ലാത്തിനും ഉറപ്പായിട്ട് അറിഞ്ഞു വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. Okay, bye-bye.